സ്തുതിക്കും. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിലുള്ള സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവജനശത്തേക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമോ എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് കർത്താവേ എന്ന് അവർ പറഞ്ഞു. ഒരുപാട് തവണ നമ്മൾ ഈ ദൈവവചനം വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യായിറോസിന്റെ വീട്ടിൽ യേശുവെത്തി യായിറോസിന്റെ മരിച്ചുപോയ മകൾക്ക് ജീവൻ നൽകി എന്ന് നമുക്ക് കാണാൻ കഴിയും. മത്തായി 9-ാം അധ്യായം 23 തൊട്ട് വാക്യം വായിക്കാൻ എഴുതിയിരിക്കുന്നു. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് പുഴു നിന്നവരെയും അരവാരക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുകയത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ഹല്ലേലൂയ ബാലിയുടെ കൈ പിടിച്ച് ബാലി എഴുന്നേറ്റ് ഹല്ലേലൂയ ഈ വർത്തമാനം ആ ദേശത്തെല്ലാം പരന്നു. അപ്പൊ ഈ കുട്ടിക്ക് കൊടുത്ത സൗഖ്യത്തിന് ശേഷം ഹല്ലേലൂയ യേശു യാത്ര ചെയ്യുമ്പോഴാണ് 2 കുരുടന്മാരെ യേശു കണ്ടുമുട്ടുന്നത്. അപ്പൊ ഈ 2 കുരുടന്മാർ അവർ നിലവിളിക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. നാളുകളായി ഇവരുടെ കണ്ണിന് കാഴ്ചയില്ല. പുറമേയുള്ള ഒരു കാര്യങ്ങളും ഇവർ കണ്ടിട്ടില്ല. മറ്റാരുടെയും സഹായം ഒരുപക്ഷെ ഇവർക്ക് വേണ്ടി വരുമായിരിക്കും. അവർക്ക് സ്വന്തമായി ലോകം എന്താണോ, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിയത്തില്ല. കാരണം അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. അങ്ങനെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ഈ 2 കുരുടന്മാർ യേശു അതുവഴി കടന്നു പോകുന്നത് കണ്ടിട്ട് ഹല്ലേലൂയ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറയുമ്പോഴേ യേശു ദാവീദിന്റെ പുത്രനാണെന്ന് ഈ കുരുടന്മാർക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? ഒരുപക്ഷെ അവർ ഭിക്ഷയാചിക്കാൻ വേണ്ടി കിടക്കുന്ന ദൈവാലയത്തിന്റെ അല്ലെങ്കിൽ അരികിലൊക്കെ ആയിരിക്കാം. അവിടെ നടക്കുന്ന പ്രസംഗങ്ങളും അവിടെ നടക്കുന്ന ശുശ്രൂഷയൊക്കെ ഇവർ കേട്ടിട്ടുണ്ടായിരിക്കാം. ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിൽ വരുമെന്നും അവരിൽ കൂടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അടയാളങ്ങളെക്കുറിച്ചൊക്കെ ഇവർ കേട്ടിരിക്കാം. എന്നാൽ അതിലൂടെ കടന്നുപോയി ആർക്കും സൗഖ്യം ഒരുക്കുവാൻ കഴിയാതെ ഇവർ നാളുകളായി അങ്ങനെയുള്ള ചിന്തകളിൽ ഇരിക്കുമ്പോഴാണ് യേശു അതുവഴി കടന്നു പോകുന്നതും അവൻ ദാവീദ് പുത്രനാണ്, ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാഴ്ചയില്ലാത്ത ഞങ്ങളുടെ കണ്ണിന് കാഴ്ച തരുവാൻ യേശുവിന് കഴിയും, ദാവീദ് പുത്രന് കഴിയുമെന്നുള്ള അവരുടെ ഉള്ളിലെ വിശ്വാസം എത്ര വലുതാണ് ചിന്തിച്ചു നോക്കി. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ അവൻ യാത്ര ചെയ്ത് യേശു യാത്ര ചെയ്ത് വീട്ടിലെത്തി. അവിടെ തന്നെ എഴുതിക്കുന്നത്, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ യേശു വീട്ടിലെത്തിയിട്ടും കുരുടന്മാർ പോയില്ല, അവരും യേശുവിനെ അനുഗമിക്കുക. അപ്പം വീട്ടിലെത്തിയപ്പോൾ ഈ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ യേശു അവരോട് ചോദിക്കും, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ? കുരുടന്മാരുടെ നല്ല ചോദ്യം. ഇത് ചെയ്യുവാൻ, നിങ്ങളുടെ കണ്ണിന് കാഴ്ച തരുവാൻ എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ എന്ന് യേശു ചോദിച്ചതിന് അവർ ഒരു മടിയും കൂടാതെ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഹല്ലേലൂയ, ഉവ്വ് കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. അവരുടെ വിശ്വാസം പോലെ ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. കുരുടന്മാരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം, ബൈബിൾ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അത്രമേൽ വലിയൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ദാവീദ് പുത്രനായിരിക്കുന്ന യേശു കർത്താവ് ഞങ്ങളുടെ കണ്ണിന് കാഴ്ചയും. എന്നാൽ കാലങ്ങൾ മാറി വന്നു കഴിഞ്ഞപ്പോൾ ഇന്നും മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പലരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ വരുന്നവർ വിശ്വാസമില്ലാത്തവരാണ്, വിശ്വാസം നഷ്ടപ്പെട്ടവരാണ്. സൗഖ്യം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ഹല്ലേലൂയ. ഞാൻ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം ഏതാ? പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമോ? പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടുമോ? കിട്ടുമായിരിക്കുമല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ പ്രാർത്ഥിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞു വരുന്നവരോട് പ്രാർത്ഥിക്കാൻ. കാരണം അവരുടെ മനസ്സ് മരവിച്ചു പോയി, മനസ്സ് മുരടിച്ചു പോയി.
അവർ പലതവണ പലരുടെയിലേക്ക് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് സൗഖ്യമില്ലാതെ അവർക്ക് തന്നെ അവിശ്വാസം വന്നു. എന്നാൽ ആരെ സമീപിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടോ അവരുടെ മുമ്പിൽ വിശ്വാസത്തിലാണ് ആ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ആദ്യം തന്നെ അവർക്ക് സൗഖ്യം കിട്ടിയേനെ. പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ അവിശ്വാസം മുഖാന്തരം അവർക്ക് സൗഖ്യം കിട്ടാതെ പോകും. ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രശ്നമാണ്, ഇനി 100 കണക്കിന് വിഷയങ്ങൾ നിനക്കുണ്ടായിരിക്കാം, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. നീ പല അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ കയറി ഇറങ്ങിയേക്കാം, പല തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയേക്കാം, പല മലകളും കയറി ഇറങ്ങിയേക്കാം. നിനക്കൊരു സൗഖ്യത്തിന്റെ ഒരുപാട് വഴിപാടുകളും യാഗങ്ങളും ഒക്കെ ചെയ്തേക്കാം. നിങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള അറിവിനനുസരിച്ച് നിങ്ങളെല്ലാം ചെയ്തേക്കാം. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ സഞ്ചരിച്ചേക്കാം. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലേറിയ നിങ്ങൾക്ക് ഇന്നുവരെ സൗഖ്യം വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൗഖ്യം വരാതെ? നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസക്കുറവാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത്. സ്വതന്ത്രം. ഇന്ന് അമ്പലത്തിൽ പോയാൽ നാളെ മോസ്കിൽ പോകും, നാളെ മോസ്കിൽ പോയാൽ മറ്റന്നാൾ ക്രൈസ്തവ പള്ളി പോകും, അവിടെ ഇല്ലെങ്കിൽ പിറ്റേന്നാൾ പെന്തക്കോസ്തുകാരിലേക്ക് വരും. അങ്ങനെ മാറി മാറി അവർക്ക് ആരെയും വിശ്വാസമില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സൗഖ്യം വരത്തില്ല. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, അമ്പലത്തിൽ നേർച്ച കൊടുത്തിട്ടുണ്ട് പാസ്റ്റേ, മോസ്കിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിലെ അച്ഛനിരിക്കാൻ നല്ലൊരു പള്ളി, അച്ഛൻ നല്ല കൃപയുള്ളവൻ, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പാസ്റ്റർ ഒരാൾ പറഞ്ഞത് ഞാൻ പാസ്റ്റർ. അപ്പൊ അവരിങ്ങനെ നടക്കുകയാണ്, കാരണം അവർക്ക് സൗഖ്യമൊന്നും ആവശ്യമില്ല. ആളുകൾ പറയുന്നത് കേട്ട് നടക്കുക. അല്ലേല് ചില ആളുകൾ ചെണ്ടപ്പുറത്ത് കോരി വെക്കുന്നിടത്തെല്ലാം ആഹാര ഓടി എത്തുന്നു പറഞ്ഞവരെ നമുക്കൊരു വിശ്വാസം വേണം. നമ്മളങ്ങനെ ഓടി നടക്കരുത്. നീ എവിടെ പ്രാർത്ഥിക്കാൻ പോയാലും നിന്റെ ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നീ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിച്ച ഒരു സൗഖ്യം കിട്ടിയില്ല, ആ പാസ്റ്റർക്ക് കൃപയില്ല, ആ അച്ഛന് കൃപയില്ല, ആ പൂജാരിക്ക് കൃപയില്ല, ആ ഉസ്താദിന് കൃപയില്ല, പിന്നെ അവരുടെ നിക്കട്ടാ കയറുന്നത്. എന്റെ ഏരിയസോ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കേൾക്കുന്നതും കൊണ്ടും പലരും പറയുന്നത് കൊണ്ടും ഞാൻ നിങ്ങളത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ ചിന്താഗതി ഉള്ളിലുള്ളിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾക്കൊരു സൗഖ്യം വരത്തില്ല, നിങ്ങൾക്ക് ഉയരാൻ കഴിയത്തില്ല. നമ്മള് വിശ്വാസത്താലാണ് ഇതെല്ലാം ചെയ്യുന്നത്. വിശ്വാസത്താൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അന്തരാത്മാവിനകത്ത് അതിൽ വലിയൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലാതെ നീ എന്തു ചെയ്താലും ഒരു പ്രയോജനമില്ല. യേശു ആദ്യം അതിനുവേണ്ടി ആ 2 പുരുഷന്മാരുടെ ഹൃദയപരിശോധന നടത്തി. ലേലിയ എന്താണ് ഹൃദയപരിശോധന? അല്ലേലിയ അതാണ് യേശു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന യേശുവിന്റെ ഒരു ചോദ്യമാണ്. കാരണം അവർക്ക് വിശ്വാസം വേണമല്ലോ, യേശു അത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഈ 2 പുരുഷന്മാരുടെ ഉള്ളിൽ വിശ്വാസം വേണമല്ലോ. അവരൊട്ടും സംശയിക്കാതെ പറഞ്ഞു, ഹല്ലേലൂയ, ഉവ്വ് കർത്താവേ, ഹല്ലേലൂയ എന്നവർ പറഞ്ഞു. വേറെ ഒന്നും അവർ ചിന്തിച്ചില്ല. കാരണം കാലങ്ങളായിട്ട് ഈ 2 കൂട്ടന്മാർ സൗഖ്യത്തിന് വേണ്ടി കിടക്കുകയാണ്. അനവധി പ്രമാണിമാരും പള്ളിപ്രമാണിമാരും പുരോഹിതന്മാരും ഒക്കെ ഇവരുടെ മുമ്പിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. അവർക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്ത സൗഖ്യം ദാവീദ് പുത്രനായിരിക്കുന്ന യേശു കർത്താവിന് കൊടുക്കാൻ കഴിയുമെന്ന് അവരുടെ ഉള്ളിലുണ്ടായ വലിയ വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസമാണ് ഈ കാലഘട്ടത്തിൽ ജനത്തിന് ആവശ്യം. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവികമായ സുഖം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം വിശ്വാസത്തിൽ അധികമായി പ്രാധാന്യം കൊടുക്കണം. ദൈവികമായ സുഖം വേണമെങ്കിൽ, ദൈവികമായ സൗഖ്യം വേണമെങ്കിൽ, ദൈവികമായ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നിന്റെ ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള ദൃഢവിശ്വാസം ഹല്ലേലൂയ നിന്റെ ഉള്ളിലുണ്ടാകണം. വിശ്വാസത്തിന് അധികമായി പ്രാധാന്യം കൊടുക്കണം. പ്രൈസലോ. എല്ലാം വിശ്വാസത്താല കേട്ടോ. വിശ്വാസമില്ലെങ്കിൽ ആര് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രൈസലോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ദൈവം മറുപടി തരുമെന്ന് വിശ്വസിക്കണം. നിങ്ങൾ ആരെയായി? ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം. പ്രാർത്ഥിക്കുന്ന എന്നിലല്ല നിങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടത്, യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കണം. ഞാൻ കടന്നു പോകുന്ന ഈ പ്രതികൂലത്തിന്റെ നടുവിൽ എന്നെ വിടുവിക്കുവാൻ
ഒരുപക്ഷെ ഈ കുരുടനെ പോലെ നിനക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഏതെങ്കിലും മാറാ രോഗമായിരിക്കാം, ഏതെങ്കിലും പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനമായിരിക്കാം, സാമ്പത്തികമായ ഞെരുക്കമായിരിക്കാം, ജോലിയില്ലാത്ത സാഹചര്യമായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം, ഭാര്യഭർത്തൃ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, ഭവനത്തിനകത്തെ അധാർമ്മികമായ ജീവിത ശൈലികളായിരിക്കാം, ലഹരിയ ഭർത്താവിന്റെ മദ്യപാനമായിരിക്കാം, ഭാര്യയുടെ വഴിവിട്ട ജീവിതമായിരിക്കാം, മക്കളുടെ അനുസരണക്കേടായിരിക്കാം. അങ്ങനെ മാനസികമായി തകർന്നിരിക്കുന്ന അനവധി ആളുകൾ ഈ രണ്ട് കുരുടന്മാരെ പോലെ ആത്മീയ കുരുട് പ്രാപിച്ചവരായി അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ വിഷയങ്ങളെ നീ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി കിട്ടുമെന്ന് നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം അർഹിക്കണം. പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ മാത്രമേ ആ വിഷയത്തിന് മറുപടി കാണാൻ കഴിയൂ. പ്രൈസറോ. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്ന സമയത്തൊക്കെ ഈ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് ആദ്യകാലം 2000 ആദ്യത്തെ എനിക്കന്ന് ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അറിയാമെന്നുള്ള കേട്ട് ഉള്ള ഭാവം എനിക്കില്ല കേട്ടോ. ഹല്ലേലൂയ. അന്ന് ഈ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പലരും പറയും. അപ്പൊ ആഴ്ചയിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഒരു സഭയിലേക്ക് വർക്കിന് വിടും. അപ്പൊ അങ്ങനെ പോയി സുവിശേഷം അറിയിക്കും. ഓരോ വീട്ടിൽ ചെല്ലുമ്പം അവർ വിഷയങ്ങളൊക്കെ പറയും. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഓർക്കും. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടുമോ? എൻ്റെ കഴിഞ്ഞകാല ജീവിതം പാപത്തിലെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടുമെന്നുള്ള അങ്ങനെയുള്ള അവിശ്വാസമൊക്കെ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ലേ കേട്ടോ, പണ്ട. അങ്ങനെ കുറെ കാലം എൻ്റെ ഉള്ളിൽ ആ അവിശ്വാസത്തിന് ഒരിടം കൊടുത്തു ഞാൻ. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടു. നിന്റെ ഉള്ളിലെ അവിശ്വാസത്തെ നീ ശ്വാസിക്കണം. അവിശ്വാസത്തെ നീക്കിക്കളഞ്ഞ് നീ എന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതാണ്, നീ എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാ, നീ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവോട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്നുവരെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് യേശുക്രിസ്തു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്താണ് ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിശ്വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കടന്നു വരാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മുടെ ഉള്ളിലെ അവിശ്വാസത്തെ ആദ്യം നമ്മൾ ശാസിക്കണം. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 21-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലെ, ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഫലമില്ലാത്ത അത്തിയെ യേശു ശപിച്ച കാര്യത്തെ കുറിച്ചാണ് മത്തായി 21-22 വായിച്ച ചരിത്ര പശ്ചാത്തലം. കാരണം രാവിലെ അവൻ അല്ലെങ്കിൽ സ്തോത്രം നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കൽ ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാൾ ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ എന്ത് ചെയ്തു? അത്തി ഉണങ്ങിപ്പോയി. ഇനി നിന്നിൽ ഒരു കാലം ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് യേശു അത്തിയോട് പറഞ്ഞ ആ ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയെന്ന് ഓർത്തു വയ്ക്കേ, യേശുവിന്റെ വാക്കിന്റെ അധികാരം. അപ്പൊ ഇവിടെ എന്താണ് ഈ സ്തോത്രം, ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞു, ആശ്ചര്യപ്പെട്ടു. അതിന് യേശു നിങ്ങൾ സംശയിക്കാതെ, യേശുവോട് പറയാ, നിങ്ങൾ സംശയിക്കാതെ. ഇന്ന് നിങ്ങളോടും കർത്താവ് പറയാ, ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളോടും കർത്താവ് പറയാ, നിങ്ങൾ സംശയിക്കാതെ അല്ലെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ സംശയം വരാൻ പാടില്ലെന്ന യേശു ശിഷ്യന്മാരോട്. എന്നിട്ടാണ് യേശു പറയുന്നത്, വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാൽ. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നത്, എത്ര കാലമായി കണ്ണീരൊഴുക്കുന്നത്? നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും കർത്താവ് നിനക്ക് തരും. നിന്റെ ഉള്ളിൽ വിശ്വാസം എന്ന ദൃഢനിശ്ചയം ഉണ്ടാകണം. വിശ്വാസമില്ലെങ്കിൽ ഒന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല.
ഇന്ന് ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നവർ, ആരും പ്രാർത്ഥിക്കാത്തവര്, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിരി തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന, ലോകത്തിൽ പുറലോകമായി യാതൊരു ബന്ധമില്ലാത്ത ഉൾവനങ്ങളിൽ താമസിക്കുന്നവർ അടക്കമുള്ള ആളുകൾ അവരുടേതായ വിശ്വാസത്തിന് പ്രാർത്ഥിക്കുന്നവരാ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവരാരുമില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. എന്തുകൊണ്ടാണ്? ഉള്ളിൽ ദൃഢമായൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ചഞ്ചലപ്പെട്ടിരിക്കുന്ന അനുഭവമായതുകൊണ്ടും കാറ്റടിച്ച് ആമെ ഉലയുന്ന കടൽത്തിരയ്ക്ക് എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ മനസ്സിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിക്ക് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. ഉറപ്പുള്ള വിശ്വാസം വേണം. വിശ്വാസം എന്നൊക്കെ പറയുന്നത് നല്ല ഉറപ്പായിരിക്കണം. അല്ലേ? നമുക്കറിയാം, നമ്മൾ പല ലോകരാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 60, 70, 80, 100 നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ. വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ. അത്രയും വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ആശ്ചര്യം തന്നെയല്ലേ? അല്ലേ? അതങ്ങനെ പണിതുയർത്തുവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അത് പണിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഗ്രൂപ്പുകാരൊക്കെ ഒരുങ്ങുമ്പോൾ അവർ നല്ല എഞ്ചിനീയർമാരെ കാണാറുണ്ട്. നല്ല എഞ്ചിനീയർമാരെ കണ്ട് അവരുടെ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ആഴമേറിയ ഫില്ലറുകളൊക്കെ ഉണ്ടാക്കി അടിത്തറ നല്ല ശരിക്ക് അവർ ഉണ്ടാകും. ആ എഞ്ചിനീയറിന്റെ വിശ്വാസം അനുസരിച്ച് അത് പണിയെന്ന് പറഞ്ഞാൽ തുടങ്ങും. അതങ്ങനെ നല്ല ശരിയായ അടിത്തറ അങ്ങോട്ട് തീർത്ത് ആദ്യം അങ്ങോട്ട് പണിത് ഉയർത്താൻ തുടങ്ങും. അങ്ങനെ 10 നില, 20 നില, 30 നില, 50, 60 അങ്ങനെ മുങ്ങിപ്പോകും. അതെന്താ? അടിത്തറ നല്ല ഉറപ്പാണ്. അല്ലേ? അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് ഇത്രയും നല്ല അടിത്തറ കിട്ടുന്നത്. എന്ന് പറഞ്ഞപോലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ നല്ല ഉറപ്പായിരിക്കണം. പ്രൈസ്. കാറ്റ് വന്നാലും, കോള് വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, പേമാരി വന്നാലും, എന്തെല്ലാം വന്നാലും നിന്റെ വിശ്വാസത്തെ തകർക്കാത്ത ദൃഢമായ ഉറപ്പുള്ള അടിസ്ഥാനമുള്ള വിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടെങ്കിൽ നീ പറയുന്ന വാക്കുകൾ അതുപോലെ സംഭവിക്കും. ഈ അത്തിയിൽ നീ ഫലം കായ്ക്കരുത് എന്ന് യേശു പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയതുപോലെ നിന്റെ വാക്കുകൾക്കകത്ത് ദൈവം പ്രവർത്തിക്കും. പ്രൈസ്. വിശ്വസിക്കുന്ന ദൈവത്തിന് പേര് സ്തോത്രം പറയാമോ? നിങ്ങൾ ആരുമാകട്ടെ, ചെല്ലു പറയും, എന്റെ പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രാർത്ഥിക്കാൻ കൃപയില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞിരിക്കേണ്ടതേ. നിനക്കറിയാവുന്ന ഭാഷയിൽ 2 or 3 വാക്കുകൾ നീ പറഞ്ഞാൽ മതി. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പ്രാസോപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, എല്ലാവരെയും പോലെ വാചാലത പ്രാർത്ഥിക്കാനുള്ള അറിവ്, ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, അതിനുള്ള വിഷയങ്ങൾ, ഉള്ള ആത്മഭാരങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ നിനക്ക് ചെറിയ രീതിയിൽ 2 വാക്കേ പറയാൻ പറ്റിയുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ ദൃഢതയിൽ നിന്നുകൊണ്ട്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന് മറുപടി ദൈവം തരും. നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസമാണ് കർത്താവ് നോക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, ഇന്ന് പകൽ നീ നാളുകളായിട്ട് പ്രാർത്ഥിച്ച വിഷയമില്ലേ? പല വാതിലുകളിൽ നീ മുട്ടിയില്ലേ? പല സ്ഥലങ്ങളും കയറിയിറങ്ങിയില്ലേ? എന്തുമാത്രം നിറച്ച കാഴ്ചകൾ നീ കൊടുത്തു. അല്ലേറിയ ഒരു മറുപടിയില്ല. പ്രഹീശ്വര, ഞങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. അല്ലേരിയ, എൻ്റെ മൂത്ത 2 പെങ്ങന്മാരുണ്ടായിരുന്നു. അല്ലേരിയ, ഞങ്ങൾ 8 മക്കളാണ്. മൂത്ത 2 പെൺപിള്ളേര്, മൂന്നാമത്തെ ഞാൻ, ഇളയത് 3 പെൺപിള്ളേർ, 2 ആൺപിള്ളേർ, അങ്ങനെ 8 പേരാ. എൻ്റെ 2 മൂത്ത പെങ്ങന്മാര് ഓരോ വർഷം എന്ത് ചെയ്യും? 100 വീടൊക്കെ തെണ്ടാൻ പോകും. 100 വീട് തെണ്ടുക. 100 വീട് തെണ്ടി കിട്ടുന്ന പൈസ കൊണ്ട് അവർ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോവുക. ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാ. അങ്ങനെ അവർ ചില വർഷങ്ങൾ ചെയ്ത് 2 പെങ്ങന്മാരും ഒരു മറുപടിയും കിട്ടിയില്ല അവർക്ക്. അവർ തെണ്ടിന്ന് മിച്ചം അവരുടെ പ്രാർത്ഥനയും തെണ്ടി ആൾക്കാർ കൊടുത്തു. ശരിയാ, തെണ്ടി പോകാമെന്നുള്ള നേർച്ചയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പോയി അവരുടെ പ്രാർത്ഥന ഒരു മറുപടിയും കിട്ടിയില്ല. അവർ ചെയ്തെല്ലാം വ്യർത്ഥമായി. അവിടെ നിന്ന് എൻ്റെ 2ാമത്തെ പെങ്ങൾക്ക് ഒരു തോന്നല്, ഇതുകൊണ്ടും പ്രയോജനം. അവൾ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. അതിനവൾക്ക് മറുപടി കിട്ടി. അവളുടെ വിശ്വാസം പിന്നെന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ പിന്നാലെയായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, നമ്മൾ 100 വീട് തെണ്ടിയത് കൊണ്ടോ,
100 പേരോട് നമ്മൾ ചോദിച്ചത് കൊണ്ടോ? ഹല്ലേലൂയ. അതൊക്കെ നിങ്ങളുടെ വിശ്വാസം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ദൃഢവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, നമുക്കൊരു വിഷയത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ത്യാഗമൊന്നും ചെയ്യണ്ട. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശ്വാസം വന്നാൽ മതി. ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ചവൻ, ഈ കാണുന്ന പ്രകൃതി രമണീയമായ ഈ പ്രകൃതിയെ നിർമ്മിച്ചലങ്കരിച്ച് നമ്മുടെ മുമ്പാകെ നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യ ശാസ്ത്രമല്ല, ഒരു സയന്റിസ്റ്റിന്റെ കഴിവല്ല. ഈ പ്രകൃതിയെ നിങ്ങൾ രാവിലെ എഴുതിട്ട് പ്രഭാതത്തിൽ എഴുതി നിങ്ങൾ മുറ്റത്തോട്ട് കണ്ണു തുറന്ന് നോക്കുക. കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രകൃതി നല്ല മനോഹാരിതമായി, പ്രകൃതി രമണീയമായ നല്ല സുഗന്ധങ്ങളാൽ, നല്ല ഹല്ലേലൂയ ഉന്മേഷത്തോടെ രാവിലെ ഇലകൾ, തളിരിലകൾ അത് അനങ്ങിയും ചിരച്ചും ഒക്കെ നിൽക്കും. ആകാശത്തിലേക്ക് നോക്കും, പക്ഷി പ്രവജാതികൾ പറന്ന് നടക്കുന്നത് കാണാം. നിങ്ങൾ മുകളിലോട്ട് നോക്കിയാൽ അനന്തവിശാലമായി കിടക്കുന്ന ആകാശത്തെ കാണാം. കിഴക്കുനിന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ കാണാം. ഹല്ലേലൂയ. ഇതിനെയെല്ലാം ചമച്ചവൻ യേശുവാ. ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധിയല്ല. ഇത്രയും അത്ഭുതം ചെയ്ത് ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ നിരത്തി വെച്ച് തരുന്ന യേശു കർത്താവിനെ നിന്റെ ഹൃദയത്തിനകത്ത് ഏറ്റുകൊണ്ട് നീ ദൃഢവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം ഇതിന്റെ എല്ലാ അധികാരി യേശുവാ. പ്രൈസ്. സകലത്തിന് സൃഷ്ടാവ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷയുടെ നല്ലൊരു പങ്കും പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയാൽ എപ്പോഴും താൻ ശുശ്രൂഷ ചെയ്തു. പകൽ മുഴുവൻ യേശു തന്റെ അരികിൽ വരുന്നവർക്ക് സൗഖ്യം കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു, അവർക്ക് ആശ്വാസം, സമാധാനം, സന്തോഷം കൊടുക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു. രാത്രിയിൽ അവൻ മലവിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിതാവിനോട്. ഹല്ലേലൂയ. അതെ, ദൃഢവിശ്വാസം. നമ്മുടെ ഉള്ളിൽ ആ ഒരു ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ, സഹോദരാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കരഞ്ഞ് കലങ്ങി കഴിഞ്ഞ കാലങ്ങൾ പ്രാർത്ഥിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ചില വിഷയമുണ്ടല്ലോ, അതിന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടാറുണ്ട്, സങ്കടപ്പെടാറൊക്കെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ചില സമയം വളരെ സങ്കടപ്പെടാറുണ്ട്. പക്ഷേ എന്റെ സങ്കടങ്ങൾ മാറ്റുവാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. എന്റെ ദുഃഖങ്ങൾ മാറ്റുവാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെ ആശ്രയിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം വ്യർത്ഥമായി മാറി. എന്നാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് ദൃഢവിശ്വാസത്തോടെ, വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് ലോകത്തോടല്ല നമ്മൾ സംസാരിക്കേണ്ടത്, മനുഷ്യനോടല്ല നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് നീ പറയുമ്പോൾ, കർത്താവ് നിനക്ക് വേണ്ടി ചില വഴികൾ, വാതിലുകൾ തുറന്നു തരും. അടഞ്ഞു കിടക്കുന്ന എത്ര വലിയ വാതിലായിരുന്നു. ഹല്ലേലൂയ. താമ്ര കഥകളെ തകർത്തിരുമ്പോടാമ്പുരുകളെ കണ്ണിച്ച് ആമിലലിയ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ഗുപ്തനിധിയും ഒക്കെ നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സ്വഭാവി നീ നിരാശപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് പകൽ ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. വിശ്വാസം ഒരു ദൈവിക ശക്തിയാണ്. വിശ്വാസം ഒരു ദൈവിക ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വാസം ഒരു ദൈവിക ശക്തിയാണ്. ക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്തെ കണ്ടിട്ട് ഒരു അത്ഭുത സൗഖ്യം തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ടാണ് ഒരു അത്ഭുത സൗഖ്യം. എത്ര കാലമായി ശരീരം വരിഞ്ഞു പുറക്കുന്ന വേദനകൾ, കിടക്കയിൽ എഴുന്നേൽപ്പ് കഴിയാതെ, നരിയാണി ഉറപ്പിക്കാൻ കഴിയാതെ, മറ്റൊരാൾ കൈ തന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയാതെ കിടക്കയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഒരു സൗഖ്യം നീ ആഗ്രഹിക്കുന്നില്ലേ? ഒരു വിടുതൽ നീ ആഗ്രഹിക്കുന്നില്ലേ? മറ്റൊരാളുടെ ആശ്രയം കൂടാതെ സ്വന്തമായിട്ട് കാലൂന്നി എഴുന്നേറ്റ് നിന്റെ സ്വന്തം കാര്യം ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നിന്റെ സങ്കടങ്ങൾ, നിന്റെ വേദനകൾ ക്രിസ്തുവിനോട് പറ, യേശുവിനോട് പറയുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ദൃഢമായ ഒരു പ്രാധാന്യമേറിയ വിശ്വാസം നീ അർപ്പിക്കുന്നെങ്കിൽ, നീ കർത്താവിനോട് പറഞ്ഞാൽ, സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിൽ കിടന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ആ 40 വയസ്സുള്ള മനുഷ്യനെ,
അല്ലെങ്കിൽ പത്രോസ് യോഹന്നാൻ നോക്കിയിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എന്താണ് അവർക്കുണ്ടായിരുന്നത്? യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അപ്പോസ്തലപ്രവൃത്തി 3 ഒന്നൊട്ടൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നിന്റെ നരിയാണി ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ദൈവം. നിന്റെ കണ്ണുകൾക്ക് കാഴ്ച തരാൻ കഴിയും ദൈവത്തിന്. ഹല്ലേലൂയ. ഈ 2 കുരുടന്മാരുടെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ആത്മീയമായി ഇരുണ്ടുപോയ, ആത്മീയമായി കുരുടായ കണ്ണുകളെ നീ തുറക്കണം. ഹല്ലേലൂയ. പുറമേ നിങ്ങൾക്ക് കണ്ണുണ്ട്, പുറമേ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും ആത്മീയ കണ്ണുകൾ കുരുടായിരിക്കുന്നത് കൊണ്ട് പലതും നിനക്ക് കാണാൻ കഴിയുന്നില്ല. 119 സംഗീതത്തിന്റെ 18 വാക്യം വായിക്കുമ്പോഴുണ്ട്. 119 സംഗീതത്തിന്റെ 18 വാക്യം വായിക്കുമ്പോൾ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നിന്റെ കണ്ണുകളെ തുറക്കണമേ. ന്യായപ്രമാണത്തെ അത്ഭുതങ്ങളെ കണ്ട കണ്ണുകളെ തുറക്കണമേ. സംഗീതനക്കാരൻ പറയുന്ന പോലെ ദൈവത്തിന്റെ ന്യായപ്രമാണം അത്ഭുതങ്ങളുടെ കലവറയാ. വേദപുസ്തകം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാ. ഇതെടുത്തവരെല്ലാം അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതെ, നീ കരങ്ങൾ കൊണ്ട് ലജ്ജിക്കാതെ, മടികൂടാതെ, നീ പിന്നോക്കം നിൽക്കാതെ, അവര് കണ്ടാൽ എന്ത് ചെയ്യും, ഇവര് കണ്ടാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, സഹോദരങ്ങൾ അറിഞ്ഞാൽ, ബന്ധുക്കൾ അറിഞ്ഞാൽ എന്ത് ചെയ്യും, നാട്ടുകാർ കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് നീ ലജ്ജനായി തീരാതെ ദൈവത്തിന്റെ വചനത്തെ നിന്റെ കരങ്ങൾ കൊണ്ട് നീ എടുക്കുന്നെങ്കിൽ, മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ പുസ്തകം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. കാരണം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാചനം ജീവന്റെ വചനമാണ്. ഹല്ലേലൂയ. രക്തം വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ പ്രശ്നങ്ങൾക്ക് കർത്താവ് മറുപടി നൽകാൻ ആഗ്രഹിക്കുക. അപ്പം വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അപ്പം നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുത സൗഖ്യം തരുവാൻ ആഗ്രഹിക്കുക. അടിസ്ഥാനപരമായ ഉപദേശത്തിലെല്ലാം വിശ്വാസമുണ്ട്. ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങൾക്കകത്തും വിശ്വാസം എന്ന പദമുണ്ട്. വിശ്വാസം എന്ന പദം എന്ന് പറയും വേദപുസ്തകത്തിൽ അനവധി സ്ഥലങ്ങളിലുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ വിശ്വാസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ് എബ്രായലേഖനം 11 അധ്യായം. അങ്ങനെ വേദപുസ്തകം വായിച്ചാൽ വിശ്വാസം എന്ന പദം അനവധി സ്ഥലത്ത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് എഫേസ്യ ലേഖനം 6:16 നോക്കിയാലും, ആത്മാവിന്റെ ഫലങ്ങളിൽ നമ്മൾ നോക്കിയാലും, ഗലാത്യ ലേഖനം 5:22 അവിടെ വിശ്വാസം, വിശ്വസ്തത എന്നൊരു പദമൊക്കെ കാണാം. ഹല്ലേലൂയ. മാത്രമല്ല 1 കൊരിന്ത്യർ ലേഖനം 12:9 നോക്കിയാലും ആത്മാവിന്റെ ഫലങ്ങളിലും, ഹല്ലേലൂയ, വിശ്വാസമുണ്ട്. നമ്മുടെ ഉള്ളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്, ഹല്ലേലൂയ, നമ്മൾ ഓരോ ദിവസം ജീവിക്കുന്നത്. ഓരോ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് നിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് നീ പ്രവേശിക്കുന്നത് നിന്റെ ഉള്ളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. വിശ്വാസമില്ലെങ്കിൽ നമ്മളെല്ലാം വാടിപ്പോയ പുഷ്പത്തെ പോലെയാ. അതുകൊണ്ട് പിന്നെ പ്രയോജനം ഇതിന് മണമൊന്നും തരത്തില്ല. അത് നമ്മൾ സുഗന്ധം വരുത്തുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശ്വാസത്തെ അവൻ നോക്കും. കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തെ നോക്കും. അല്ലെ, നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുവാൻ എനിക്ക് ശക്തിയുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവെന്ന് കുരുടന്മാരോട് ചോദിച്ച പോലെ നിങ്ങളോട് ദൈവം ചോദിക്കുക. സ്വാഭാവിക ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിത, യേശു നിങ്ങളോട് ചോദിക്കുകയാണ്, നിന്റെ ഈ വിഷയത്തിനകത്ത് എനിക്ക് മറുപടി തരുവാൻ, ഈ വിഷയത്തിനകത്ത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു നിന്നോടും ചോദിക്കുക. എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ എനിക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ എന്നാണ് കർത്താവിന്റെ ചോദ്യം. അല്ലേ? എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്നാണ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5:15 താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് ലോകത്തിൽ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇരിക്കുന്ന എല്ലാ മരുന്നിനേക്കാളും ശക്തിയുണ്ടെന്ന്. നമ്മളെല്ലാം മരുന്നാണ് ഉപയോഗിക്കുന്നത്, ഡോക്ടർമാരെയാ. വില കൂടിയ മരുന്നുകൾ ലോകരാജ്യങ്ങൾ പോലും വരുത്തി ചികിത്സിക്കുന്നുണ്ട്.
എന്നിട്ടും സൗഖ്യമില്ല. വില കൂട്ടിയ മരുന്ന് വില കൂട്ടിയ മരുന്നുകൾ അവന്റെ ശുശ്രൂഷ ചെയ്തിട്ടും വിദേശ രാജ്യങ്ങൾ പോയി ശുശ്രൂഷിച്ചിട്ടും നമ്മൾ ഡോക്ടർമാരെ കണ്ടിട്ടും ചില ആളുകൾ മരിച്ചു തന്നെ പോവുകയാണ്. നല്ല ഏരിയ. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പൊ ആദ്യം നമ്മളുള്ളൊരു വിശ്വാസം വേണം. വിശ്വാസമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയാണെങ്കിൽ നമുക്ക് മരുന്നും ഫലിക്കും. പ്രാർത്ഥനയില്ലാതെ ചിലർ ആ ഡോക്ടറെ കണ്ടിട്ട് സൗഖ്യമില്ല, ഈ ഡോക്ടറെ കണ്ട് സൗഖ്യം. എത്ര ഡോക്ടർമാരെയാ കാണുന്നത്? അവിടുത്തെ ലേഡിയെ കണ്ടു, ഇവിടുത്തെ ഡോക്ടറെ കണ്ടു, അങ്ങനെയൊക്കെ എന്തുമാത്രം. ആ വൈദ്യരെ കണ്ട് ഹോമിയോ പോയി, എന്നിട്ടൊന്നും സൗഖ്യമില്ലെന്ന് പറയുന്നത് ഇത്തിരി ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ? വിശ്വാസമില്ല. വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് വെറുതെ ഒരു തിന്ന് വെള്ളം കുടിക്കാവുന്നുള്ളതേ ഉള്ളൂ. ലേരിയ രക്തം ചെയ്യും. പ്രൈസറോ. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരൻ രക്ഷിക്കും. എന്നാൽ വഞ്ചനയുള്ള സാത്താൻ വ്യാധികളെയും രോഗങ്ങളെയും ബലഹീനതകളെയും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. സാത്താൻ ആരാണ്? വഞ്ചകനാ, ചതിയനാ. അവൻ നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? രോഗങ്ങളെ കൊണ്ടുവരും, വ്യാധിയെ കൊണ്ടുവരും, ബലഹീനതയെ കൊണ്ടുവരും. അല്ലെ നിന്നെ ആവശ്യനാക്കും, നിന്നെ തളർത്തും, ക്ഷീണിപ്പിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, അല്ലെങ്കിൽ സകല ജനം ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതിന് അടിമപ്പെട്ടവരാ. നിന്റെ ബലഹീനത അനുസരിച്ച് നിന്റെ ഉള്ളിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം കൂടെ പിശാച് കൊണ്ടുവന്നിട്ട് പിശാച് നിന്നെ ഹോസ്പിറ്റൽ മുഴുവൻ കയറി ഇറങ്ങി നിന്റെ അധ്വാനവും നീ സമ്പാദിക്കുന്നതെല്ലാം നീ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അല്ലേരിയ. എന്ന് പറഞ്ഞാൽ പിശാച് എന്ത് ചെയ്യും? അവ വഞ്ചനയുള്ള സാത്ത വ്യാധികളെയും രോഗങ്ങളെയും ബലഹീനതകളെയും കൊണ്ടുവരും. എന്നാൽ യേശു എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കൊണ്ട്, മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളനാരാമല്ല, സാത്താന കേട്ടോ. അവനെന്തിനാ വരുന്നേ? മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും, നിന്നെ തകർക്കാനാ. നിന്റെ ശിരസ്സോട്ട് ഉള്ളംകാൽ വരെ എല്ലാ നാട്ടിനരമ്പ് ജോയിന്റുകളിൽ എല്ലാ രക്തധമനികളും പേശികളും മാരകമായ രോഗം കൊണ്ടെത്തുന്ന നിന്നെ മോഷ്ടിക്കുവാൻ, ഇറപ്പാൻ, മുടിപ്പാൻ, നിന്നെ നശിപ്പിച്ചു കളയാൻ വേണ്ടി സാത്താൻ വരുന്നത്, കള്ളൻ വരുന്നത്. കള്ളന്റെ സ്വഭാവമാണല്ലോ. എന്നാൽ യേശു എന്താ പറഞ്ഞത്? മോഷ്ടിപ്പാനും വെറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയേ ഞാൻ വന്നിരിക്കുന്നത്. യേശു പറയാണ്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും, ഹല്ലേലൂയ, സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. അതെ, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, തന്റെ അരികിൽ വന്നവരെ ആമേൻ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലത്തെ ചേർത്ത് പിടിച്ചത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനും യേശു അവരെല്ലാം ചേർത്ത് പിടിച്ചു. തന്റെ അരികിൽ വന്നവർക്കെല്ലാം യേശു സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. തന്റെ അരികിൽ വന്നവർക്കെല്ലാം യേശു സൗഖ്യം കൊടുത്തു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, ഒരു ദൂത് പറയുന്നത്, യേശു നിന്റെ അരികിലേക്ക് വരുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ വേദനകളെ മാറ്റുവാൻ യേശുവിന് കഴിയും. നിന്റെ ഭർത്താവ് മദ്യത്തിനടിമയാവും. ഹല്ലേലൂയ. കഞ്ചാവിനും ചരസിനും കറുപ്പിനും എന്ന് വേണ്ട സകല സിന്തറ്റിക് MDMA അടക്കമുള്ള സകല ഈ വിഷത്തിന് നിന്റെ ഭർത്താവിന് മക്കൾ അടിമയാണെങ്കിൽ, അത് നിന്റെ കുടുംബത്തെ തകർക്കുന്നുണ്ടെങ്കിൽ, മോഷ്ടിച്ചറുത്ത് മുടിച്ച് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പറയുന്നത് യേശുവിനോട് പ്രാർത്ഥിക്കേ, കർത്താവ് എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം തരണം. ഞാൻ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ, അതെല്ലാം നിങ്ങൾക്കറിയാം. അതിനെ ഒന്നിനൊന്നായി നീ നിരത്തി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്ക്. അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. രക്തജയം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രോഗമോ ബലഹീനമായ എന്തെങ്കിലും പ്രശ്നമോ കുഴപ്പമോ പോരാട്ടമോ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾ കർത്താവിനെ നോക്കണം. അവൻ നിങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33:6 കാണാം. ഹല്ലേലൂയ. അതെ, എന്നെ കേൾക്കുന്നവരെ, രോഗം വന്നതിന് ശേഷം സുഖമാകുന്നത് രോഗശാന്തി, രോഗം വരാതിരിക്കുന്നത് ആരോഗ്യം. അല്ലെ, രോഗം വന്നതിന് ശേഷം സൗഖ്യമാകുമ്പോൾ രോഗശാന്തി വരും, രോഗം വരാതിരിക്കുന്നതിന് ആരോഗ്യം എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് നയിക്കട്ടെ. ഹല്ലേലൂയ.
നിങ്ങൾ പരിപൂർണ്ണ ആരോഗ്യമുള്ളവരായി കർത്താവിന്റെ വേല ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിന്റെ കടമകൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടവും പ്രിയവും അത് തന്നെയാണ്. നിങ്ങൾക്ക് ആരോഗ്യത്തിന് വേല ചെയ്യണം. നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അതിന് നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. മാരകമായ രോഗത്തിൽ കടന്നു പോകുന്ന നിന്നെ ഇന്ന് പകൽ യേശു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. വേദപുസ്തകം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന്റെ പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ആമേൻ. സ്തോത്രം. മോശെ സാജനത്തോട് അരുളിച്ചെയ്ത വചനം പുറപ്പാട് പുസ്തകം 15:26 കാണാൻ കഴിയും. അല്ലേ? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക. ഇസ്രായേലിന്റെ മനസ്സുപോലും ചഞ്ചലപ്പെട്ട് മനം കലങ്ങി ദൃഢവിശ്വാസമില്ലാതെ പോയ സമയത്ത് മോശയിലൂടെ ദൈവം സംസാരിച്ചു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അതെ, നമ്മുടെ ബലഹീനതകളെ അവൻ എടുത്ത് വ്യാധികളെ ചുമന്ന് എന്ന് യെശയ്യാ പ്രവാചകൻ ഹല്ലേലൂയ പറഞ്ഞ പ്രവചനം യെശയ്യാ 53 പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 8:17 നിറവേറിയതായിട്ട് കാണാൻ കഴിയും. അതെ, കണ്ണുകളടക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി നിമിഷങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ നിമിഷങ്ങളിൽ നീ ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയാവതയില് പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ നിരാശപ്പെട്ട കണ്ണുനീരിന്റെ നടുവിലാണോ നീ? ഇതൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൃഢവിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശ്വാസത്തിന്റെ അടിത്തറ നീ പാകിക്കൊണ്ട് നിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. ഒരു അസാധാരണമായ വീര്യപ്രവൃത്തി നിന്റെ ഉള്ളിൽ നടക്കാൻ പോവുകയാണ്. നീ ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി ദൈവം തരാൻ പോവുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചെടുക്കുന്ന കർത്താവേ, അങ്ങേക്ക് ചെയ്യുവാൻ കഴിയും. കുരുടന്മാരുടെ ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചപ്പോൾ ആ കുരുടന്മാർ പറഞ്ഞു, കർത്താവേ, നിന്നോട് കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ വിഷയത്തിനകത്ത് യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? അതെ, കർത്താവ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവന്റെ അത്ഭുതം നിന്റെ കുടുംബത്തിൽ ഇന്ന് പകൽ വെളിപ്പെടും. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബലഹീനതകൾ, കഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, മഹാവ്യാധികൾ, ശാപങ്ങൾ, കർത്താവേ, വിവിധമായ ബന്ധനങ്ങളുടെ കടന്നു പോകുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ, കടക്കണികൾ, ബാധ്യതകൾ, കർത്താവേ, പാരമ്പര്യമായുള്ള ചില ശക്തികൾ, അന്ധകാരത്തിന് വ്യാപാരങ്ങൾ, സാത്താനി പോരുകൾ, ജീവിതത്തെ, കുടുംബത്തെ തകർക്കുന്ന ചില വൈശാന്യ മണ്ഡലങ്ങളും മദ്യത്തിലും മയക്കുകളിലും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ, ദൈവഹിതമല്ലാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദൈവികമായ ഉറപ്പ് ആമ്യം പ്രാപിക്കത്തക്ക നിലയിലൂടെ കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന അനവധി ആളുകൾ ഇന്ന് പകൽ കർത്താവേ, ഒരു സമാധാനത്തിന്, സൗഖ്യത്തിനായി അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുന്ന അനവധി ആളുകൾ ഇന്ന് പകൽ കർത്താവേ, അങ്ങനെയുള്ള എല്ലാ ജനത്തെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ അനേക വിഷയങ്ങൾ നടുവില് അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലെ ദൈവനീതി വെളിപ്പെടുത്തണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.